ഇറങ്ങി വന്നതെന്ന് വർത്താനം പറയാം അല്ലേ? അവരുടെ വിചാരം നമ്മൾ ഇവരെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്തൊരു സാധനമാണ്. ആരെങ്കിലും വരുമ്പോൾ ഉടനെ വിളിച്ചിറക്കും, ഇവരെ കണ്ടിട്ട് പൊക്കോ, ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വിളിക്കുന്നത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പിള്ളേര് വരുന്നത്. വരാറുണ്ട് അങ്ങനെ. കല്യാണത്തിനൊക്കെ പോകാൻ ഇന്നടത്തുണ്ടെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ പോലും അവർക്ക് മടിയാണ്. അതൊരു തരം സോഷ്യൽ ആൻസൈറ്റി എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഓരോ പോയിന്റുകളും പറയുന്നത്. കാരണം ഈ അവരുടെ കൂട്ടുകാരെ നമ്മൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അവർ നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ അംഗീകരിക്കുന്നത്. അപ്പം അവിടെ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ച് ചിലപ്പോൾ കംപ്ലൈന്റ് പറയാനുണ്ടാവും അല്ലേ? ചിലപ്പോൾ അവരോട് എന്തെങ്കിലും പരാതികൾ ഉണ്ടാവും. ഒരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. നമ്മുടെ ഡിസിഷൻ മേക്കറാണ് ബ്രെയിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഏരിയ എന്ന് പറയുന്നത്. അത് ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വരുംവരായികളെ കുറിച്ചും പോക്കുവരവിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കും. ഏത് വയസ്സിൽ? ഒരു മിഡിൽ ഏജ് ആയിട്ടുണ്ടാവും അല്ലേ? 22, 23, 21 വയസ്സിൽ ചിന്തിക്കത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അന്നൊന്നും കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. 22, 23 കഴിഞ്ഞപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വരുംവരായികളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. ആ ഒരു ഏജ് കഴിയുമ്പോഴാണ് നമ്മൾ പണ്ട് പറയും മെച്യൂരിറ്റി എത്തി, ഇപ്പോഴാണ് ബോധം ഉണ്ടായത്, ഇപ്പോഴാണ് കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഈ 10, 22, 23 വയസ്സിലും ഓടിച്ചാടി നടന്ന് ബഹളം ഉണ്ടാക്കി നടന്നിരുന്ന ആള് 10, 25 വയസ്സായപ്പോൾ ഒതുങ്ങുന്ന, അല്ലെങ്കിൽ 28 വയസ്സായപ്പോൾ ഒതുങ്ങുന്നത് പെണ്ണ് കിട്ടിയോണ്ടല്ല. ആ സമയത്താണ് അവരുടെ ബ്രെയിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ട് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വേർതിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ ഏജ് പറയുമ്പോഴും ഒക്കെ ആ ഒരു 25 കഴിയട്ടെ എന്നൊക്കെ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം ഈ സംഭവം ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ചിന്തിച്ചും കണ്ട് ഉത്തരം കണ്ടുപിടിക്കുമോ? അന്നേരം എന്താണോ തോന്നുന്നത്, അന്നേരത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കാര്യവും കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അവർ ഇന്നൊരു കോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുന്നു. അതിന് അപ്പോഴത്തെ ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ അവർ ഏറ്റവും അടുത്ത കൂട്ടുകാരി അതിന് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും, അതല്ലെങ്കിൽ അതിൻ്റെ സാലറിയെ കുറിച്ച് എവിടെയെങ്കിലും അവർക്ക് ഒരു പരിചയം ഉണ്ടാവും. അത് പഠിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഞാനത് പഠിച്ചാൽ ഓക്കെ ആണോ, എൻ്റെ വീട്ടിൽ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ, ആ ലോൺ എടുത്തത് പഠിച്ചാൽ ആ ലോൺ അടയ്ക്കത്തക്ക രീതിയിലുള്ളൊരു ജോലി ചെയ്യാനുള്ള സ്കില്ല് എനിക്കുണ്ടോ, അത് കഴിഞ്ഞാൽ ആ ജോലിയിൽ നിലനിൽക്കാനുള്ള ക്ഷമ എനിക്കുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെയാണ് അവർ ഡിസിഷൻ എടുക്കുന്നത്.